ഇത് വന്നത്? അതൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ CPM പ്രതിനിധി KS അരുൺകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺ, ഇതിലിപ്പോ സർക്കാർ നിലപാട് കൃത്യമായി തന്നെ എടുക്കുന്നുണ്ട്, പക്ഷേ രാജ്ഭവൻ നിലപാടിൽ നിന്ന് പിന്നോട്ടും പോകുന്നില്ല. ഈ സർക്കാരും രാജ്ഭവനുമായി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റിലേക്ക് എത്തിയാൽ ഒരു രണ്ടുപേരും കൂടി സഹകരിച്ചൊരു പരിപാടി നടക്കുക പ്രയാസമായിരിക്കും. ഇവിടെ ഗവർണർമാർ അവരുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കുറച്ച് നാളുകളായിട്ട് സജീവമായിട്ടുള്ള ചർച്ചയുണ്ട്. ആ ഘട്ടത്തിൽ ഗവർണർമാരുടെ പദവി സംബന്ധിച്ചുള്ള തർക്കം വരുമ്പോഴുമെല്ലാം ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തന്നെയാണ് LDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ആർട്ടിക്കിൾ 153 മുതൽ 165 വരെ ആരാണ് ഗവർണർ, എന്താണ് ഗവർണറുടെ അധികാരം, പദവി എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയ അവസരങ്ങളിലെല്ലാം അതിശക്തമായി അതിനെ പ്രതിരോധിക്കാനും അതിനെതിരെ നിയമപരമായിട്ട് നീങ്ങാനും രാഷ്ട്രീയപരമായിട്ട് നീങ്ങാനും LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് കൃഷി വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ പുതിയ ഗവർണർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിവാദം. അന്ന് ആ പരിപാടി വേദി തന്നെ മാറ്റി സെക്രട്ടേറിയറ്റ് ഹാളിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങേണ്ടി വന്ന സാഹചര്യം. ഇപ്പൊ ഇന്ത്യയുടെ ഭൂപടത്തെ, ഈ രാജ്യത്തിന്റെ ഭൂപടത്തെ RSSന്റെ അവരുടേതായിട്ടുള്ള സങ്കല്പത്തിന്റെ രൂപത്തിലേക്ക് വക്രീകരിച്ച് അതുപോലെ തന്നെ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി കയ്യിലേന്തി അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭാരതാംബ എന്ന രൂപത്തിൽ തന്നെയാണ്. ഇതൊന്നും ഇന്ത്യയുടെ ഭരണഘടനയുടെ സങ്കല്പങ്ങൾക്ക് ഉചിതമായ രീതിയിലല്ല, ഭരണഘടനാപരമായിട്ടല്ല, അത്തരത്തിൽ ഉള്ള അതിനെല്ലാം വിഘാതമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അത് തെറ്റാണെന്നും അത് ഒരു കാരണവശാലും സർക്കാർ പരിപാടികളിൽ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. അതുപോലെ P പ്രസാദ്, മന്ത്രിമാരടക്കമുള്ളവർ പറഞ്ഞു. അപ്പൊ അന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അത് ആവർത്തിക്കില്ല, ഫോട്ടോ തന്നെ എടുത്തു മാറ്റി എങ്ങനെ പ്രതീക്ഷിച്ചു അരുൺ? നോക്കൂ, ഇപ്പൊ രാജ്ഭവൻ തന്നെ അറിയിച്ചിട്ടുണ്ട്, ഇപ്പൊ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പോലെ കൃത്യമായി പ്രോട്ടോകോൾ പാലിക്കേണ്ട പരിപാടികളിൽ മാത്രം ഇത് ഉണ്ടാകില്ല. ബാക്കി രാജ്ഭവനിൽ വെച്ച് നടത്തുന്ന എന്ത് പരിപാടിയാണെങ്കിലും, അതിപ്പോ രാജ്ഭവൻ ഓർഗനൈസ് ചെയ്യുന്നതാണെങ്കിലും ശരി, സർക്കാരിന്റെ ഓർഗനൈസേഷനുള്ള പരിപാടിയാണെങ്കിലും ശരി, ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് രാജ്ഭവൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ അറിയാതെ പോയതാണോ, അറിഞ്ഞിട്ട് പോയി പിന്നെ സർക്കാർ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണോ ബഹിഷ്കരിച്ച? അല്ല, വിവരങ്ങൾ പുറത്തു വന്നത് രാജ്ഭവനിൽ നിന്ന് തന്നെ വിവരം പുറത്തു വന്നത് അന്ന് കൃഷി വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ആ ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് റിമൂവ് ചെയ്തു എന്ന രൂപത്തിൽ തന്നെയാണ്. അതിൽ ആധികാരികമാണോ എന്ന് അറിയില്ല, പുറത്ത് വിവരങ്ങൾ വന്നത് ആ രീതിയിലാണ്. അപ്പോ സർക്കാർ പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങളുടെ കടമയാണ്. രാജ്ഭവനും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണല്ലോ, പ്രത്യേകമായൊരു എൻറ്റിറ്റി അല്ല. അപ്പോൾ സർക്കാർ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത്, അത് പാലിക്കാതെ അതിന് വിരുദ്ധമായി RSSന്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, ഒരു സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും സർക്കാർ പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടി നടക്കും എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ പോയത്. ആ പ്രോട്ടോകോളിന് വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച് വളരെ ധൈര്യത്തോടെ, സങ്കുചത്തോടെ തന്നെ അദ്ദേഹം രംഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നാം കണ്ടത്. ഇത്തരത്തിൽ ഒരു പ്രവണത വീണ്ടും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് തുടരാനാണ് നീക്കമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും അതിനെ പ്രതിരോധിക്കും.